എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ കുക്കറിലെ മന്തിയുടെ അരി വെച്ചിട്ട് നമ്മളൊരു വെജിറ്റബിൾ മന്തി ഉണ്ടാക്കിയേക്കുവാണേ. ചുമ്മാതെ ക്യാരറ്റും സവാളയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാ കണ്ടോ. ഇതിൻ്റെ റെസിപ്പീസ് വേണ്ടവരൊന്ന് ചോദിക്കണം കേട്ടോ. കുറേ പേര് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് മന്തിയൊക്കെ പെട്ടെന്ന് ചടപൊട്ടേന്ന് ചുമ്മാതെ വലിയ ചേരുവൊന്നും ഇല്ലാതെ നല്ല രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കാർത്തിക്കുട്ടിക്ക് മിക്കവാറും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ചിക്കനൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമസ്കാരം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചതേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മന്തിയുടെ അരി വെച്ച് ഉണ്ടാക്കിയ ഒരു മന്തി റൈസ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിൽ ചിക്കനൊന്നുമില്ല കേട്ടോ. സാധാരണ വെജിറ്റബിൾ മന്തിയാണ്. ക്യാരറ്റും സവാളയൊക്കെ ഇട്ടതാണ്. പക്ഷേ പേരിന് വേണ്ടി മന്തിയാണെന്ന് കാണിക്കാൻ ഒരു മന്തിയുടെ ചമ്മന്തിയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് ഈ റൈസാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ മന്തിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മന്തിയാണെന്ന് കരുതുന്ന ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മന്തിയുടെ റൈസ് കൊണ്ട് ചുമ്മാതെ കുറച്ച് റൈസ് അടിച്ചെടുത്തിട്ടുണ്ട്, വെജിറ്റബിളൊക്കെ ഇട്ടിട്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു മന്തി ചമ്മന്തി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആഹാരം ഇതാണ് ഉച്ചയ്ക്കത്തേത്. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുകയാണ്. അപ്പം മഴ പെയ്യുമ്പം കാർത്തിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. ചിക്കനൊന്നും അവൾക്ക് വേണ്ട. ഉണ്ടായാൽ ഇച്ചിരിയൊക്കെ കഴിക്കും. അതും വറുത്ത് കൊടുക്കണം. മന്തിക്കകത്തിടുന്നത് വലിയ ഇഷ്ടമാണ് ചിക്കൻ. അപ്പം നമുക്ക് കഴിക്കാം. അപ്പം നല്ല ചൂടോടെടുത്ത് മന്തിയുടെ റൈസ് ആയതുകൊണ്ട് തന്നെ ഒരു മന്തിയുടെ ഫ്ലേവറൊക്കെ ഇതിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ റൈസ് കഴിക്കാൻ നല്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. കുട്ടികളൊക്കെ ശനി ഞായറൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കുറച്ച് റൈസ് വാങ്ങിച്ച് വെച്ചിട്ട് വല്ലപ്പോഴും ഇരിക്കുമ്പോൾ ഇങ്ങനെ മിക്കവാറും കാർത്തിക്ക് ഇതുപോലെ ബിരിയാണിയുടെ റൈസ് വെച്ചിട്ടുള്ള ചോറാണ് ഇഷ്ടം കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വെറുതെ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്താൽ മതി, കഴിച്ചോളും. ഒരുപാട് വെജിറ്റബിൾ ഇടുന്ന ഇഷ്ടമല്ല, എന്നാലും അത്യാവശ്യം വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്താൽ കഴിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കൂട്ടുകാരെ, ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഓൾ എന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.